ആൻഡ് വെൽക്കം ബാക്ക്. നമ്മുടെ ഫൈനൽ എക്സാം ഡേറ്റും ടൈം ടേബിളും പബ്ലിഷ് ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഇനി നമ്മുടെ കയ്യിലുള്ളത് വളരെ കുറച്ച് ടൈമാണ്. ആ ടൈം എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്. നമ്മൾ എക്സാം പ്രിപ്പറേഷൻസിന്റെ ആ ഒരു ടൈമിലേക്കാണ് പോകുന്നത്. അപ്പോൾ പല ആൾക്കാരും നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ലൈവ് സെഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് സ്ഥിരമായിട്ട് താഴെ കാണുന്ന കമന്റ് ആണ്, ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ ആ ഒരു ഹാർഡ് വർക്കിന്റെ ഫലം എന്തിൽ കാണാനില്ല? നമ്മുടെ എക്സാം റിസൾട്ടിൽ കാണാനില്ല. എക്സാം റിസൾട്ട് വരുന്ന സമയത്ത് ആ ഒരു നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു റിസൾട്ട് അല്ല നമുക്ക് കിട്ടുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നുണ്ടാവുക? നമ്മുടെ എക്സാം പ്രിപ്പറേഷൻസ്, നമ്മൾ പഠിക്കുന്ന രീതി തെറ്റായത് കൊണ്ടായിരിക്കും അല്ലെ? അതായത് നിങ്ങൾ എല്ലാവരും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടിട്ടുണ്ടാവും, അതായത് ഹാർഡ് വർക്ക് അല്ല വേണ്ടത്, സ്മാർട്ട് വർക്ക് ആണ് വേണ്ടത് അല്ലെ? അതേ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ പഠിത്തത്തിലും വേണ്ടത്. ഹാർഡ് വർക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ പഠിത്തത്തിനെ സ്മാർട്ട് ശരിയായിട്ട് മാറ്റുക. അതായത് എക്സാം പ്രിപ്പറേഷൻസിനെ ഒന്ന് ട്രാൻസ്ഫോർമേഷൻ നടത്താം. അതെങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് മുന്നേ ഒരു ഡിസ്ക്ലൈമർ ആയിട്ട് പറയാം, ഇപ്പം നിങ്ങളുടെ മുന്നിൽ ഒരുപാട് മോട്ടിവേഷൻ വീഡിയോസ്, എക്സാം ടിപ്സ് വീഡിയോസ്, എക്സാം പ്രിപ്പറേഷൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അല്ലെ? കുറെ റിസോഴ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പക്ഷേ എത്രയൊക്കെ വീഡിയോ കണ്ടാലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തണമെങ്കിൽ അത് നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ അല്ലെ? കുറെ വീഡിയോസ് കണ്ടെന്ന് വെച്ച് എക്സാം പ്രിപ്പറേഷൻസ് മാറ്റാത്ത ആൾക്കാരുണ്ടാവും. കുറെ വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടാവും, പക്ഷെ അത് നമ്മുടെ ലൈഫിലേക്ക് എടുത്തിട്ടില്ല എങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ മോട്ടിവേറ്റർ എന്ന് പറയുന്നത് എപ്പോഴും നമ്മളായിരിക്കാം. അത് നമ്മുടെ ജീവിതത്തിലേക്ക് പല 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 കാര്യങ്ങൾ കൊണ്ടുവരാം. വീഡിയോസ് കണ്ടതുകൊണ്ട് കാര്യമില്ല, അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രമേ ഈ പറയുന്ന എക്സാം റിസൾട്ട് ആയിക്കോട്ടെ, ഇനിയിപ്പോൾ നമ്മുടെ എന്തോ ആയിക്കോട്ടെ അല്ലെ, അത് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ഡിസ്ക്ലൈമർ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? വേക്കപ്പ് 30 minutes earlier than usual. നമ്മൾ എന്നും എഴുന്നേൽക്കുന്നത് എപ്പോഴാണോ അതിനേക്കാൾ ഒരു 30 മിനിറ്റ് മുമ്പേ എഴുന്നേൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് 5 മണിക്ക് എഴുന്നേൽക്കണമെന്നോ 4 മണിക്ക് എഴുന്നേൽക്കണമെന്നോ ഒന്നും പറയുന്നില്ല. നിങ്ങളിപ്പോൾ ഒരു 8 മണിക്കാണ് യൂഷ്വലി എഴുന്നേൽക്കുന്നതെങ്കിൽ ഇനി മുതൽ ഒരു 7:30 എഴുന്നേൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താ, ഒരു അരമണിക്കൂർ കിട്ടിയല്ലേ? അപ്പോൾ ആ അരമണിക്കൂറിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരുപാടാണ്. അപ്പോൾ ഗ്രാജുവലി അതെന്താവും, അരമണിക്കൂർ എന്നുള്ളത് 1 മണിക്കൂറാവും. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് സമയമുണ്ട്. ആ സമയം നമുക്ക് നന്നായിട്ട് പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഫസ്റ്റ് തിങ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷനിലുള്ള ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്, എഴുന്നേൽക്കുന്നത് എപ്പോഴാണോ അതിനേക്കാൾ ഒരു 30 മിനിറ്റ് മുന്നേ എഴുന്നേൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ, പ്ലാൻ യുവർ ഡേ നൈറ്റ് ബിഫോർ. ഇനി അടുത്ത ദിവസം എന്തൊക്കെ ചെയ്യണം, എത്രയൊക്കെ ഞാൻ പ്രൊഡക്റ്റീവ് ആയിരിക്കണം, എത്രയൊക്കെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി തിരഞ്ഞെടുക്കണം, മാറ്റി വെക്കണം എന്നൊക്കെ നിങ്ങളൊരു നൈറ്റ് ബിഫോർ തീരുമാനിക്കുക. തലേ ദിവസം രാത്രി തീരുമാനിക്കുക. അപ്പോൾ ഒരു സ്കൂളിലുള്ള ദിവസം പ്ലാൻ ചെയ്യുന്നത് വേറെ രീതിയിലായിരിക്കും, ഹോളിഡേ വേറെ രീതിയിലായിരിക്കും. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം ഓരോ ദിവസവും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് എത്ര ഞാൻ പ്രൊഡക്റ്റീവ് ആയിരിക്കണം, എത്ര ഞാൻ ഫ്രൂട്ട്ഫുൾ ആയിട്ട് ചിന്തിക്കണം അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. ഇത് നല്ലൊരു കാര്യമാണ്. അതായത് നമ്മൾ മെഷീൻസ് അല്ല, നമ്മൾ ലീഡ് ചെയ്യുന്നതും ഒരു മെഷീൻ ലൈഫ് ആവരുത്. നമുക്കൊരിക്കലും നമ്മുടെ ജീവിതത്തെ പ്രോപ്പറായിട്ട് പ്ലാനിങ്ങോട് കൂടി കൊണ്ടുപോകാൻ പറ്റില്ല അല്ലെ? നാളെ ഇന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കണം എന്ന് തലേന്ന് തീരുമാനിച്ചാലും അതേപോലെ നടക്കണമെന്നില്ല. പക്ഷെ ഒരു ഫ്രെയിം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. നമ്മൾ എത്രത്തോളം പഠിക്കണം. എന്തുകൊണ്ടാണ്? നമുക്ക് എക്സാം പ്രിപ്പറേഷൻസ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എക്സാം നന്നായിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കഷ്ടപ്പാടുകളൊക്കെ ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് വേണം നിങ്ങൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാനായിട്ട്. ഓക്കെ, ഈ എക്സാം കഴിയുന്നവരെയെങ്കിലും നിങ്ങൾ ആ ഒരു നൈറ്റ് ബിഫോർ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെക്കുക. ഇനി അതുപോലെ തന്നെ ടേക്ക് ഹെൽത്തി മീൽസ്. ഇപ്പോൾ പല കുട്ടികളും എക്സാം ആവുന്ന സമയത്ത് ഭയങ്കര ടെൻസ്ഡ് ആണ്. അവർക്ക് ഊണും ഉറക്കവും ഇല്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. പക്ഷെ അത് ഏറ്റവും മണ്ടത്തരാണ് ചെയ്യുന്നത്. നമുക്ക് പഠിക്കണമെങ്കിൽ എനർജി വേണം അല്ലേ? നമ്മുടെ ബോഡി ആൻഡ് മൈൻഡ് ഒരുപോലെ സെറ്റായാൽ മാത്രമേ നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അത് ആദ്യം തന്നെ മനസ്സിലാക്കുക. അതിനനുസരിച്ച് നമ്മൾ ഹെൽത്തി മീൽസ് നമ്മുടെ ബോഡിക്ക് കൊടുക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ മൈൻഡ് നമ്മളോട് സഹകരിക്കുള്ളൂ അല്ലേ? ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, നല്ല ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ 3 to 4 hours ഓഫ് ഡീപ്പ് സ്റ്റഡി. ഈ 3 to 4 എന്ന് പറയുന്നത് ഒരു ആവറേജ് ടൈം മാത്രമാണ്. അതായത് ചില കുട്ടികൾക്ക് 2 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും സെറ്റായിട്ടുണ്ടാവും. ചില ആൾക്കാർക്ക് 4 മണിക്കൂർ പഠിക്കേണ്ടി വരും. ചില ആൾക്കാർ 5 മണിക്കൂർ പഠിച്ചാൽ മാത്രമേ ഈ ഒരു കാര്യം, ഒരു കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓരോരുത്തരുടെയും ലേണിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആണ്.
ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങളുടെ ടൈം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കുക. ചില ആൾക്കാർക്ക് രാവിലെ പഠിച്ചാൽ മാത്രം തലയിൽ കയറുന്ന ആൾക്കാരുണ്ട്, ചില ആൾക്കാർക്ക് രാത്രിയിലുള്ള അറ്റ്മോസ്ഫിയറിൽ മാത്രം പഠിക്കാൻ പറ്റുന്നവരുണ്ട്. അപ്പോൾ അതിനൊക്കെ ടൈം ക്രമീകരിച്ച് നിങ്ങൾ തന്നെ പഠിക്കുക. ഇത് ഒരു ആവറേജ് ടൈം മാത്രമാണ്. അപ്പം ചില സ്കൂളിലുള്ള ദിവസമാണെങ്കിൽ 3 to 4 hours, സ്കൂളില്ലാത്ത ഹോളിഡേ ആണെങ്കിൽ വേറെ രീതിയിൽ പഠിക്കാം അല്ലേ, അതിൽ കൂടുതൽ നിങ്ങൾക്ക് ടൈം എടുത്ത് പഠിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് എത്രയാണോ, ഓരോരുത്തർക്കും ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ എത്ര ടൈം എടുക്കുന്നോ അതനുസരിച്ച് വേണം നിങ്ങളുടെ ടൈം ടേബിൾ നിങ്ങളായിട്ട് തന്നെ ക്രമീകരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? ബി കൺസിസ്റ്റൻറ്റ്. പല ആൾക്കാർക്കും സക്സസ് നേടാൻ പറ്റാത്തത്, വിചാരിച്ച റിസൾട്ട് കിട്ടാതാവുന്നത് കൺസിസ്റ്റൻസി ഇല്ലാത്തത് കൊണ്ടാണ്. ബി കൺസിസ്റ്റൻറ്റ് എന്ന് എപ്പോഴും പറയണം. അതായത് നമ്മൾ നന്നായിട്ട് ഒരു 3-4 ദിവസം പഠിച്ചു, പിന്നെ അങ്ങോട്ട് ആ കൺസിസ്റ്റൻസി ഇല്ല, പിന്നെ വിചാരിക്കും 2 ദിവസം സ്കിപ്പ് അടിക്കാം, 3-ാമത്തെ ദിവസം പഠിക്കാം. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താ, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ എല്ലാ കാര്യങ്ങളും പോവുക അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കൺസിസ്റ്റൻ്റ് ആവുക. കൺസിസ്റ്റൻസി ഈസ് ദ കീ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയാൽ മാത്രമേ അടിപൊളിയായിട്ട് നമുക്ക് സക്സസ് നേടിയെടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എന്താണ്? സ്റ്റേ കോൺഫിഡൻറ്റ്. നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ആണ് നമ്മുടെ സക്സസിൻ്റെ ഏറ്റവും വലിയ ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പല ആൾക്കാരും നമ്മളെ തളർത്താനുണ്ടാവും. ഇപ്പം കഴിഞ്ഞൊരു ലൈവിൽ മിസ്സിന് തന്നെ ഉണ്ടായിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആണ്. അതായത് മിസ്സ് പറഞ്ഞു, ഇപ്പോൾ പല ആൾക്കാർക്ക് പല രീതിയിൽ പഠിച്ചാലായിരിക്കും മൈൻഡിൽ നിൽക്കുക. ചില ആൾക്കാർക്ക് വായിച്ച് പഠിച്ചാലായിരിക്കും മൈൻഡിൽ നിൽക്കുക, ചില ആൾക്കാർക്ക് എഴുതി പഠിച്ചാലായിരിക്കും, ചില ആൾക്കാർക്ക് യൂട്യൂബ് ക്ലാസ്സസ് കണ്ട് പഠിച്ചാലായിരിക്കും മനസ്സിലാവുന്നുണ്ടാവുക, ചില ആൾക്കാർക്ക് ഒരു ടീച്ചറെ പോലെ ക്ലാസ് എടുത്ത് പഠിക്കുക അല്ലേ. ഒരാളെ പഠിപ്പിച്ച് കൊടുക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ആ കാര്യം മൈൻഡിലേക്ക് പോവുക. അപ്പം മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്കും അങ്ങനെ പഠിച്ചാൽ പെട്ടെന്ന് തലയിൽ കയറും. അപ്പോൾ അത് ഞാൻ കുട്ടികളോട് പറഞ്ഞ സമയത്ത് അവർ പറഞ്ഞിട്ടുള്ളത് അത് ബാക്കിയുള്ളവർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വട്ടാണെന്ന് വിചാരിക്കില്ലേ, ഭ്രാന്താണെന്ന് വിചാരിക്കില്ലേ. അപ്പം അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ആ ഒരു റിപ്ലൈ എന്ന് പറയുന്നത് നമ്മുടെ റിസൾട്ടാണ് അല്ലേ. അപ്പം ഭ്രാന്താന്ന് പറഞ്ഞാലും നമുക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അടിപൊളി റിസൾട്ട് ആണെങ്കിൽ അവരെ കാണിച്ചു കൊടുക്കുക, അന്ന് എൻ്റെ ഭ്രാന്തിൻ്റെ റിസൾട്ടാണ് ഇതെന്ന് പറഞ്ഞിട്ട് നമുക്ക് വളരെ പ്രൗഡായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും അല്ലേ. അപ്പം നമ്മൾ എപ്പോഴും കോൺഫിഡൻ്റ് ആവുക. നമ്മുടെ കാര്യത്തിൽ നമുക്കാണ് ഏറ്റവും കോൺഫിഡൻസ് വേണ്ടത്, മറ്റുള്ളവർക്കല്ല, നമുക്കാണ് ഏറ്റവും കോൺഫിഡൻസ് വേണ്ടത്. അതുപോലെ തന്നെ ട്രാക്ക് യുവർ ഗോൾസ് വീക്ക്ലി. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ? അപ്പോൾ ഒരു ആഴ്ചയിലേക്ക് ഇത്ര ചാപ്റ്റേഴ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ആഴ്ചയുടെ ലാസ്റ്റ് എനിക്കിതൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയോ എന്ന് നോക്കുക. എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കി കറക്റ്റായിട്ട് ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ ചേഞ്ചസ് ഒക്കെ വരുത്തി മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ ബിലീവ് ഇൻ യുവർ സെൽഫ്. നേരത്തെ പറഞ്ഞ പോലെ പല ആൾക്കാരും നമ്മളെ തളർത്താനുണ്ടെങ്കിലും നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക, നമ്മൾ തന്നെ വിശ്വസിക്കുക അല്ലേ. അതുപോലെ തന്നെ മേക്ക് യുവർ ഡേ പോസിറ്റീവ്. രാവിലെ എഴുന്നേറ്റ് വന്നാൽ തന്നെ ഇന്ന് സ്കൂളിൽ പോകണമല്ലോ അല്ലേ, ഇന്ന് ഫസ്റ്റ് പീരീഡ് അക്കൗണ്ടൻസി ആണല്ലോ, ബിസിനസ് സ്റ്റഡീസ് ആണല്ലോ, ഇന്ന് ആ ടീച്ചർ വരുമല്ലോ എന്നൊക്കെ പറഞ്ഞ് നെഗറ്റീവ് ആകുന്നതിന് പകരം വളരെ പോസിറ്റീവായിട്ട് എടുക്കുക അല്ലേ. ഇന്ന് സ്കൂളിൽ പോകണം, സ്കൂളിൽ പോയാൽ കുറേ കാര്യങ്ങൾ പഠിക്കാം, എക്സാമിൻ്റെ ടൈം ആയിട്ടുണ്ട്, നന്നായിട്ട് തന്നെ പഠിക്കാം. ഒരു ചെറു പുഞ്ചിരിയോട് കൂടി നമ്മുടെ ഒരു ദിവസം ആരംഭിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം. അതുപോലെ തന്നെ ഡോണ്ട് ബി അഫ്രൈഡ് ഓഫ് ഫെയിലിയേഴ്സ്. പല ആൾക്കാർക്കും ജീവിതത്തിൽ ഈ ഒരു ഫെയിലിയർ നേരിടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ മിസ്സിൻ്റെ കാര്യത്തിലും മിസ്സിന് ആദ്യം ഫെയിലിയർ നേരിടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യമൊക്കെ. അതായത് എന്താണെന്ന് വെച്ചാൽ എക്സാമിൻ്റെ ടൈമിലൊക്കെ എപ്പോഴും ഒരു കുഴപ്പമില്ലാത്ത രീതിയിലുള്ള റിസൾട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് നല്ലൊരു ആവറേജ് ആയിട്ടുള്ള റിസൾട്ട്, മിസ്സ് വിചാരിച്ചതിനേക്കാൾ കൂടുതൽ റിസൾട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും സക്സസ് ആയി. ഫെയിലിയർ കിട്ടുമ്പോൾ എങ്ങനെയാണെന്ന് പോലും അറിയില്ലായിരുന്നു. അപ്പോൾ ഫെയിലിയർ വന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് ആക്സെപ്റ്റ് ചെയ്യാൻ എൻ്റെ മനസ്സെന്നെ അനുവദിച്ചിരുന്നില്ല. ഇപ്പം ആലോചിക്കുമ്പോൾ ഭയങ്കര കോമഡി ആണെങ്കിലും അന്ന് അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ കാര്യമാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഫെയിലിയർ നേരിടാൻ പഠിക്കണം. അത് നമ്മളെ സ്ട്രോങ് ആക്കുകയാണ് ചെയ്യുന്നത്. ആ ഫെയിലിയർ ആണ് പിന്നീട് നമ്മുടെ സക്സസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് പടി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫെയിലിയർ ഉണ്ടായാലും നമ്മളത് ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക അല്ലേ. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നന്നായിട്ട് പഠിച്ച ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പഠനം തന്നെയാണ് അല്ലേ. ഇതൊക്കെ നമുക്ക് പോസിറ്റിവിറ്റി തരുന്ന കുറേ കാര്യങ്ങളാണെങ്കിലും ഇത് നമ്മൾ എപ്പോഴും ഇപ്പോൾ സ്റ്റുഡൻസ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ പഠനമാണ്. അപ്പം നന്നായിട്ട് പഠിച്ച് നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ സക്സസ് എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും അല്ലേ. അപ്പോൾ സക്സസ് നിങ്ങൾക്ക് നേടിത്തരാൻ ട്രിപ്ലൈയും നിങ്ങളുടെ കൂടെയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ എക്സാം ടൈമിലുള്ള ഷോർട്സ്, വീഡിയോസ്, ലൈവ് സെഷൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ട്രിപ്ലൈ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ സ്റ്റുഡൻസിൻ്റെ കൂടെ. അതുപോലെ തന്നെ ഈ വർഷവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഒരുമിച്ച് പഠിക്കാം. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.